നമസ്കാരം. ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇപ്പോൾ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ്: സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇനി തുടരുമോ, അതോ സർക്കാർ നിർത്താൻ പോവുകയാണോ? സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഇതിനെക്കുറിച്ച് നിരവധി വാർത്തകളും അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ ഔദ്യോഗികമായി എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതാണ് ഈ വീഡിയോയിൽ വിശദമായി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി നമ്മൾക്ക് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പ്രകാരം നമ്മൾക്ക് എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. മുൻ സർക്കാർ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചതെന്നും ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും സർക്കാർ പറഞ്ഞു. ചിലവർക്ക് മറ്റ് ക്ഷേമ പെൻഷനുകൾ ലഭിക്കുകയുണ്ടായിരിക്കെ ഈ പദ്ധതിയിലും ഉൾപ്പെട്ടിട്ടുണ്ടോ, അതുപോലെ അർഹതയില്ലാത്തവർ പട്ടികയിൽ വന്നിട്ടുണ്ടോ, കൃത്യമായ പരിശോധന നടന്നിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് സർക്കാർ പരിശോധിക്കുന്നത്. ഈ പരിശോധന പൂർത്തിയായ ശേഷമാണ് തുടർ തീരുമാനമുണ്ടാവുക എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷം പറയുന്നത് മറ്റൊന്നാണ്. ആധാർ, കെ സ്മാർട്ട്, സ്പാർക്ക് തുടങ്ങിയ സർക്കാർ ഡാറ്റാബേസുകൾ ഉപയോഗിച്ച് ഗുണഭോക്താക്കളെ ഇതിനകം തന്നെ പരിശോധിച്ചുവെന്നാണ് പറയുന്നത്. പദ്ധതി രാഷ്ട്രീയപരമായി വൈകിപ്പിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. അതായത് ഈ കാര്യത്തിൽ സർക്കാരും പ്രതിപക്ഷവും വ്യത്യസ്ത നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം: സ്ത്രീ സുരക്ഷാ പെൻഷൻ റദ്ദാക്കിയോ എന്നുള്ളതാണ്. ഉത്തരം ഇല്ല. ഇനി തുടരുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയോ, അതും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ പദ്ധതി പരിശോധന ഘട്ടത്തിലാണ്. അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തിയ ശേഷമാണ് സർക്കാർ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക. ഇതുവരെ സ്ത്രീ സുരക്ഷാ പെൻഷൻ റദ്ദാക്കിയതായി സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം മുൻ സർക്കാർ തയ്യാറാക്കിയ ഗുണഭോക്തൃ പട്ടിക വീണ്ടും പരിശോധിക്കുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന എല്ലാ വാർത്തകളും വിശ്വസിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം പിന്തുടരുക. സർക്കാർ ഈ പദ്ധതിയെക്കുറിച്ച് പുതിയ ഉത്തരവോ പ്രഖ്യാപനമോ പുറത്തിറക്കുകയാണെങ്കിൽ അതിന്റെ കൃത്യമായ വിവരങ്ങൾ ഞങ്ങൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.